അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ അലൗഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറാണ് വിൽ ട്രേഡ്. ഈ ഒരു വിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഏകദേശം എല്ലാത്തരം മാർക്കറ്റുകൾ, അതുപോലെ സ്റ്റോക്സ്, അതുപോലെ തന്നെ ഫോറക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ട്രേഡിംഗ് മീൻസ് എന്താ പറയുക, എല്ലാ മാർക്കറ്റ്സുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മളെ വിൽ ട്രേഡ്. അപ്പോൾ ഈ വിൽ ട്രേഡ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഹോം പേജിലായിട്ട് നമുക്ക് ഡെമോ അക്കൗണ്ട് കാണാൻ സാധിക്കും. ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഡെമോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു 10,000, അതായത് $10,000 നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കത് ഇവർ പേപ്പർ ട്രേഡ് ചെയ്യാൻ തരുന്നൊരു ഡെമോ മാത്രമാണ്. അതുപോലെ തന്നെ ഈ ചേഞ്ച് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് എന്ത് കാണാൻ പറ്റും, റിയൽ അക്കൗണ്ടും കാണാൻ പറ്റും. നമുക്ക് റിയൽ അക്കൗണ്ടിൽ ഇതിൽ മീൻസ് എന്താ പറയുക, ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, സെല്ല് അതുപോലെ തന്നെ ബൈ, ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലോട്ട് സൈസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓർഡർ ടൈപ്സ് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിമിറ്റ് പ്രൈസ്, അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു ഇൻ്റർഫേസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റൻ്റായിട്ട് സെൽ ചെയ്യാനും അതുപോലെ തന്നെ ബൈ ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള എന്താ പറയുക, സ്റ്റോക്സ്, അതുപോലെ തന്നെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മാർക്കറ്റ്സ് ലൈക്കിൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടായിട്ടുള്ള കുറേ മാർക്കറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോറക്സിൽ മാർക്കറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ്സ് അതുപോലെ തന്നെ ഇതുപോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെറ്റൽസ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ മാർക്കറ്റ്സും എന്താണ് ഇതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അതുപോലെ തന്നെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ക്രിപ്റ്റോ വീക്കെൻഡ് റഷ് ഇതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പലതരത്തിലുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഇവരെന്ത് കൊടുക്കുന്നുണ്ട്, ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വിഡ്രോയിലും സിമ്പിളാണ്. ജസ്റ്റ് ഈ ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഐക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള എല്ലാ പേയ്മെൻറ്റ് മെത്തേഡും നമുക്കിതിൽ കാണാൻ സാധിക്കും. പേടിഎം, ഫോൺ പേ, അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ തരം പോപ്പുലർ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ UPI അക്കൗണ്ട്സ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള എല്ലാം നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ കോപ്പി ട്രേഡ് കാണാൻ സാധിക്കും. ഇതിൽ ഓരോരുത്തരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരും ഡെയിലി ഉണ്ടാക്കിയതും അതുപോലെ തന്നെ വിൻ റേറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ട്രേഡിങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോപ്പി ട്രേഡ് ചെയ്യുന്ന ആളുകളെ പ്രോഫിറ്റും അതുപോലെ തന്നെ വിൻ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ ജസ്റ്റ് ഈ ഒരു ഹോം പേജിൽ ഇൻ്റർഫേസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ, അതുപോലെ തന്നെ പെൻഡിങ് ഓർഡർ, ക്ലോസ്, നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഓർഡർ, അതുപോലെ തന്നെ പെൻഡിങ് ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഡിസ്കവറി എന്നുള്ള ഈ ഒരു ഐക്കൺ, ഈ ഐക്കിൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു ഐക്കിൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ടും ഈ ഒരു കാര്യത്തിൽ കാണാൻ പറ്റും. ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതെന്താണ് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കൂടുതലായിട്ട് ആവശ്യം എന്താണ്, ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ പലതരത്തിലുള്ള, അതായത് പലതരത്തിലുള്ള മാർക്കറ്റ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ പ്രൊഫൈലിൽ ഈ ഒരു ഐക്കിൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഗൈഡും കാര്യങ്ങളും നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബോണസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് +$50 കൂടെ എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ആയിട്ട് എന്ത് കിട്ടും, $2 കൂടെ. എന്ത് ചെയ്താൽ $10 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ. അതുപോലെ പല രീതിയിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇതിൽ അലൗഡ് ആണ്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും നോക്കി അതിനനുസരിച്ച് അതുപോലെ തന്നെ ഡെമോ അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക, ഇതിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റേതായിട്ടുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ.